നീ ഒരിക്കൽ ഇറങ്ങിയത് മുതൽ അത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. നീയൊരിക്കൽ എന്റെ മുറിയിൽ ജനലിനരികിലെ നേർത്തൊരഴയിൽ ഈറനൂറാനിട്ട കുപ്പായം ഇന്നും അവിടെ വെയിൽ മറച്ചു നിഴൽ പരത്തുന്നു. ഇത്തിരി നേരം അതിന്റെ സംഗീത സംവിധായകൻ, അതിന്റെ ഗാനരചയിതാവ് ബേസിൽ CJ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ബേസിൽ, വെൽക്കം. താങ്ക് യു. ബേസിൽ, വരികളിലേക്ക് വരാം. അതിനു മുൻപ് ഈ ഒരു സിനിമയുടെ ഒരു സബ്ജക്റ്റ് എങ്ങനെയാ വരുന്നത്? അതായത് സ്ക്രിപ്റ്റ് ആണോ തരുന്നത്, അതോ ഈ ഒരു തീം പറയുകയായിരുന്നോ? സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ് ഞാൻ വായിക്കുന്നതെന്നാണ് എന്റെ ഓർമ്മ. ആദ്യമായിട്ട് പ്രശാന്ത് ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് അയച്ചു തന്ന് വായിച്ച് പിന്നെ അതിൽ ഇന്നായി. അത് കഴിഞ്ഞ് പിന്നെ മ്യൂസിക്കിന്റെ പാട്ടുകൾ ഒരു 2 വേണ്ടതുണ്ടായിരുന്നു ഷൂട്ടിന് മുമ്പ്. അപ്പോ അങ്ങനെ 2 പാട്ടുകൾ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് ഒരു ലോങ് പ്രോസസ് ആയിരുന്നു. സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ആ ഒരു ഷൂട്ട് വരെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ച ഞാൻ ഓർമ്മയുണ്ട്. സ്ക്രിപ്റ്റ് ആണ് എനിക്ക് ആദ്യമായിട്ട് പ്രശാന്ത് തരുന്നത്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ വരും. എനിക്കറിയില്ല കേട്ടോ, മ്യൂസിക് കമ്പോസിങ്ങിന്റെ ഒരു പ്രോസസ്സ് എന്താന്ന് എനിക്കറിയില്ല. അതെ അതെ, സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന പോലെ മ്യൂസിക്കിന്റെ ഒരു ഗ്രാഫ് നമുക്ക് അങ്ങനെ തോന്നും. പിന്നെ ഇപ്പൊ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അയാളുടെ മനസ്സിൽ അത് തന്നെയാണോ? ജോണറുകൾ നമ്മൾ പലതരത്തിൽ തന്നെ അപ്രോച്ച് ചെയ്യാമല്ലോ. അപ്പോ അത് പ്രശാന്തമായിട്ട് ഡിസ്കസ് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ ആ സ്ക്രിപ്റ്റ് സമയത്ത് നമ്മൾ അധികം മ്യൂസിക് അങ്ങനെ ഡിസ്കഷൻ നടന്നിട്ടില്ല. പാട്ടുകളുടെ 2 പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ല, 2 പാട്ട് ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു മ്യൂസിക് വർക്കായിട്ട് പ്രീ വർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ മ്യൂസിക്കിൽ ഇരിക്കുന്നത്. വീണ്ടും നീയൊരിക്കലിലേക്ക് വരാണെങ്കിൽ, ഞാൻ പ്രശാന്തായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നുകയും ചെയ്തിരുന്നു, അതായത് ഒരു കവിത ആദ്യം വന്നിട്ടാണ് അതിലൊരു മ്യൂസിക് വന്നിട്ടുള്ള എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പൊ പ്രശാന്ത് ശരിവെക്കുകയും ചെയ്തു. പക്ഷെ ഇത് ഒരുപക്ഷെ സൈമൾട്ടേനിയസും ആവാം, കാരണം എഴുതുന്ന സമയത്ത് അതിന്റെ ഒരു താളം ഉണ്ടാവുമല്ലോ. അതിന്റെ ഉത്ഭവം എങ്ങനെയാണ്? ആ വരികൾക്ക് അത്രയും അട്രാക്ഷൻ ഉണ്ട്. അല്ല, ആക്ച്വലി അത് ആദ്യം വേറൊരു ട്യൂണായിരുന്നു ആ പാട്ട്. അപ്പോ അത് ആ ട്യൂൺ ഞാൻ ആദ്യം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആ ട്യൂൺ ഇട്ടിട്ട് ഈ വരികൾ എഴുതി. ഈ വരികൾ എഴുതിയിട്ട് ഞാനപ്പോ എനിക്ക് എന്താ വെച്ചാൽ ഒരു രാത്രി ഇങ്ങനെ ഇരുന്നപ്പോ ട്യൂൺ കിട്ടി. പിന്നെ ട്യൂൺ റെക്കോർഡ് ചെയ്തു. അപ്പൊ നമുക്ക് കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിട്ട് എന്നാ പിന്നെ വരികൾ എഴുതി. സാധാരണ ഞാൻ ട്യൂൺ ചെയ്തിട്ട് പ്രശാന്തനെ അയച്ചു കൊടുക്കുക ചെയ്യാം. എന്നിട്ട് ട്യൂൺ ഓക്കെ ആണെങ്കിൽ പിന്നെ വരികൾ എഴുതിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ ഇതെനിക്ക് ചുമ്മാ വരികൾ എഴുതാൻ രസം തോന്നിയിട്ട് ഞാനപ്പോ ആ ട്യൂണിനനുസരിച്ചിട്ട് വരികൾ എഴുതിയിട്ട് അതും കൂടെ ചേർത്ത് ഒരു പാട്ടായിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് പ്രശാന്തന് അയച്ചത്. അപ്പോ പ്രശാന്തിന് ഇഷ്ടമായി, ഇത് സംഭവം ഇഷ്ടമായി. അതിന്റെ പ്രശാന്ത് ഇപ്പൊ അതിന്റെ ട്യൂൺ എന്നാന്ന് മാറ്റിയാലോ എന്ന് പറഞ്ഞു. വരികൾ കീപ്പ് ചെയ്തിട്ട് ട്യൂൺ മാറ്റിയാലോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ ട്യൂൺ സ്ട്രിപ്പ് ചെയ്തിട്ട് വരികൾ വെച്ചിട്ട് പിന്നെ ഇപ്പൊ ഉള്ള ട്യൂണിന് ഇടുകയാണ് ചെയ്തത്. എന്തായിരുന്നു ആ തീം മനസ്സിൽ വരുന്നുണ്ടായിരുന്ന വരികൾ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടൊരിക്കൽ എനിക്ക് ആ വരികൾ പിന്നെയും, അതായത് നീലമഷിയിൽ രണ്ടുപേരിയ്ക്കും ചിത്രം പോലല്ലോ, ഒരു സങ്കല്പം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. വരികൾ ഈ പറയുന്ന പോലെ അത് ഈ പറയുന്ന പോലെ ഒരു കോൺവെർസേഷൻ സോങ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പ്രശാന്ത് അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടു. വെച്ചാൽ നമ്മൾ അങ്ങനത്തെ പാട്ടുകൾ ഉണ്ടല്ലോ, ഭയങ്കര നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ. പിന്നെ ഞാനത് പ്രോപ്പർ ഒരു സംസാരം തന്നെ ആക്കാം. എന്താ വെച്ചപ്പോ സിനിമയിലെ ഒരു തീമൊക്കെ വെച്ചിട്ടാണ് സംസാരം ഡിസൈൻ ചെയ്തത്. തോട്ട് എന്നുള്ളതിനേക്കാളുപരി അതിന്റെ ആ ഒരു ഇത് നമുക്കൊരു രസമുണ്ടല്ലോ, ഇത് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു രസമുണ്ടല്ലോ. അപ്പൊ ആ രസത്തിലാണ് നമ്മൾ ഇതിങ്ങനെ മുമ്പോട്ട് പോകുന്നത്. അപ്പോ ഇയാൾ ഇങ്ങനെ ഒരു പരാതി പറയുന്നു. അപ്പൊ എന്റെ മുറിയിൽ ഇങ്ങനെ ഒരു കുപ്പായം കിടന്നു, അത് ഇപ്പോഴും അവിടെ കിടന്നിട്ട് മുറിയിൽ വെളിച്ചം കയറുന്നില്ല എന്നൊരു പരാതി പറയും. അപ്പൊ പിന്നെ അടുത്ത ആൾ എന്താ പറയുന്നത് എന്നുള്ളത് ആണ് നമ്മുടെ ഒരു ഒരു കിക്ക്. അത് എങ്ങനെ എഴുതാം, അടുത്ത ആൾ ഇതിനെന്താ, എങ്ങനെ അത് രസകരമായിട്ട് പറയുക എന്നുള്ളതിന്റെ ഒരു പരിപാടി. അപ്പൊ ആ ഒരു കിക്കിൽ ഇങ്ങനെ ഇങ്ങനെ എഴുതി പോവുകയാണ്. വെളിച്ചം പകുതിയെത്തി മടിച്ചു നിൽക്കുന്നു. തോറും വാടി വീഴും ഇലകളൊക്കെ കാറ്റു ചെന്നിട്ടരുമയോടെ എടുത്തു മാറ്റുന്നു. ഈ രണ്ടുപേരിരിക്കും സങ്കല്പമൊക്കെ ഞാൻ ഈ പറഞ്ഞാല് ഇപ്പൊ നമ്മള് പണ്ട് തൊട്ടേ ഈ ചുമരിലൊക്കെ എഴുതിയിടൂല,
മറ്റേ കപ്പിൾസിന്റെ പേര് എഴുതിയിട്ടില്ല. അപ്പൊ അവിടെ സ്ഥിരം കാണുന്ന ഒരു ചിത്രമാണ് ഇങ്ങനെ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് മറ്റേ ഈ നമ്മുടെ കപ്പ ബ്രാൻഡിന്റെ ആ രണ്ടുപേരും ഇരിക്കുന്ന ലോഗോ, അതുപോലത്തെ ഒരു അതുപോലത്തെ ഒരു ചിത്രം എപ്പോഴും കാണും ഈ ചുമരുകളിലും കോളേജിന്റെ അവിടെ ഇവിടെ. അപ്പൊ ആ ചിത്രമാണിത്. അപ്പൊ പണ്ട് ഇവര് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ചിത്രം ഇവരെന്തായാലും വരച്ചിട്ടുണ്ടാവും. ഇവരെ പറ്റി രണ്ടുപേര് ഇരിക്കുന്ന പോലത്തെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടാവും. അതാണ് ആ രണ്ടുപേരിരിക്കും സങ്കല്പം എന്നുള്ളത്. രണ്ടുപേരിക്കും സങ്കൽപ്പം പണ്ടൊരിക്കൽ നീലമഷിയാൽ എന്റെ ചുവരിൽ നീ വരച്ച വരികൾ നനഞ്ഞ ഓർമ്മ മടക്കി വെക്കൂ നീ എന്ന് പറയുന്നത്. കുപ്പായി എന്റെ മുറി കിടക്കുകയാണ്. അപ്പോ മുറിയിലേക്ക് വെളിച്ചം കയറുന്നില്ല. അപ്പോ ആ കുപ്പായം മടക്കി വെക്കൂ എന്ന് പെൺകുട്ടി പറയാണ്. കാറ്റ് വന്നിട്ട് പഴയ ഇലകളെയൊക്കെ പതിയെ മാറ്റുന്നത് പോലെ നീ ആ കുപ്പായം എടുത്ത് മറവി കൊണ്ട് മടക്കി വെക്കും. എന്നപോലെ പതിയെന്റെ നനഞ്ഞൊരോർമ്മയെ മറവി കൊണ്ട് മടക്കി വയ്ക്കൂ നീ. അഞ്ജന ഫിസിസിസ്റ്റ് ആണ്. ഈ അപ്പോ അവിടെ അപ്പൊ ഈ ദൂരം മറന്നു പോകുന്നു, ഭാരം കൊഴിഞ്ഞു. അപ്പൊ ദൂരം, ഭാരം, സമയം, ഇങ്ങനെ ഫിസിക്സിന്റെ കുറച്ച് അപ്പൊ അതൊക്കെ ആ ഇൻസ്പിറേഷൻ ഒക്കെ എനിക്ക് അവിടെ നിന്നാ വരുന്നത്. ദൂരം മറന്നു പോകുന്നു, സമയം നടന്നു നീങ്ങുന്നു, ഭാരം കൊഴിഞ്ഞു വീഴുന്നു. പ്രണയം നമ്മളെ ബാധിക്കുന്നത് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരവും മനസ്സുമാണ്. അപ്പോ ഈ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കാൻ കെൽപ്പുള്ള ഒരു കാര്യമാണ് പ്രണയം. അത് എല്ലാ വികാരങ്ങളും ഏകദേശം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ വീട് എന്ന് പറയുന്നത് ശരീരമാണ്. ഒരു മനുഷ്യന്റെ ശരീരമാണ് വീട്. അതിനുള്ളിലെ മുറി എന്ന് പറയുന്നത് അകമാണ്, മനസ്സാണ്. അപ്പോ ആ തുവാല കുപ്പായം കിടക്കുന്നത് മനസ്സിലേക്ക് വെളിച്ചം തടഞ്ഞുകൊണ്ടാണ് ആ കുപ്പായം കിടക്കുന്നത്. അതുപോലെ ആ വീടിന്റെ ചന്തം ഇറ്റുപോകുന്ന ആ രണ്ടുപേരിരിക്കുന്ന സങ്കല്പം കോറിയിട്ടിരിക്കുന്ന ശരീരത്തിലാണ്. ഇപ്പൊ ഒരു വളരെ ഹാർഡായിട്ടുള്ള വയലന്റ് ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിനെ ബാധിക്കും ചിലപ്പോ. അപ്പൊ അത് ചില നമ്മൾ അതിന്റെ ഇതിൽ പോയിട്ട് നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെയൊക്കെ വരുന്ന ഒരവസ്ഥയില്. അപ്പൊ ശരീരത്തിലാണ് ആ ചന്തമൊക്കെ ഇറ്റു പോകുന്നത്. അപ്പൊ ശരീരത്തിനെ പെയിന്റ് അടിക്കാന്ന് പറഞ്ഞ ശരീരത്തിനെ കുറച്ച് നിന്നൊന്ന് കെയർ ചെയ്യൂ എന്നുള്ളതാണ്. എന്നപോലെ പുതിയ ചായമുലച്ചു പൂശി പ്രതലമൊക്കെ മിനുക്കി വയ്ക്കൂ നീ. വരികള് വന്നു കഴിഞ്ഞപ്പോ ആളുകളുടെ അടുത്ത് നിന്ന് കുറെ പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ടാവല്ലോ. എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സോങ്സും ഇതിനൊക്കെ. വിളിക്കും, മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും. അത് ചില ആളുകൾ വളരെ വളരെ ഓണസ്റ്റ് ആയിട്ടാണല്ലോ ആളുകൾ പാട്ട് കേൾക്കുന്നതും അതിനെ ഇത് ചെയ്യുന്നതൊക്കെ. അപ്പോ അത് അങ്ങനെ അത് 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 അവര് അപ്രിസിയേഷൻ അറിയിക്കാനും ഒക്കെ മടിയില്ലാത്ത ആളുകൾ തന്നെയാണ്. അപ്പൊ അത് വിളിക്കുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും ഈ കോഡ്സ് ഒക്കെ പല ഫോർമാറ്റിൽ വരുമല്ലോ. ഇപ്പൊ പ്രത്യേകിച്ച് ഈ പല ഇമേജസ് എടുത്തുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ കഴിവുണ്ടായിക്കൊള്ളുന്നില്ല ഒരാൾക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഈ കാലഘട്ടത്തില് ഇപ്പൊ എഐയുടെ സഹായം കൂടി ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഈ സിനിമ ഇറങ്ങുന്നതോടുകൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട അവനവന്റെ പെർസ്പെക്റ്റീവില് പല ചിത്രങ്ങൾ വരാൻ സാധ്യതയുണ്ട് തോന്നുന്നു. മൊത്തം പാട്ടുകളുടെ ലിറിക്സില് ഞാനൊരു ചിത്രം എപ്പോഴും എന്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ചിത്രങ്ങളുടെ ഒരു ഇത് അതിനകത്ത് എപ്പോഴും ഉണ്ട്. ഇപ്പൊ ഇതില് വേറൊരു പാട്ടുണ്ട്. അതില് വളരെ വളരെ കോയിൻസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോയിൻസിഡൻഷ്യൽ എന്നല്ല, അത് നമ്മൾ സറിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഞാൻ ഇതിലെ ഒരു പാട്ടില് ചോരാതെ ഈ കൈക്കുമ്പിളി ഞാൻ കോരിയ വെൺചന്ദ്രിക, നാം കോരിയ വെൺചന്ദ്രിക, നേർത്ത വിരലുകൾ തെല്ലുവിടർന്നാൽ വാർന്നൊലിക്കുകയായി ഇരുട്ടിൽ, ഈ ജലാശയമാകെ നിലാവിൻ നീര് കലർന്നു പരന്നു സുഗന്ധം, ആ നറും പൊയ്കയിൽ പെയ്തു നാം തനിയെ. അതായത് രണ്ടുപേരുടെ കയ്യിൽ അവർ ചോരാതെ സൂക്ഷിച്ചൊരു ചന്ദ്രിക, വിരലുകൾ ചെറുതായിട്ടൊന്ന് വിടർന്നപ്പോ ഒലിച്ച് ജലാശയത്തിൽ മുഴുവൻ നിലാവിന്റെ സുഗന്ധം പരന്നു എന്നുള്ളൊരു ഇമേജറിയാണ്.
അപ്പൊ ഞാനിത് ഈ പാട്ട് ട്യൂൺ ചെയ്തു, വരികൾ എഴുതി, അത് കഴിഞ്ഞിട്ട് ഇത് പ്രോഗ്രാം ചെയ്യാന്നുള്ള നമ്മുടെ ഓർക്കസ്ട്രേഷൻ പരിപാടിയുണ്ട്. അപ്പൊ ഞാനത് എൻ്റെ ഒരു എനിക്ക് വീട്ടിൽ നിന്ന് ചെയ്തിട്ടൊരു ഞാൻ കുറച്ച് നാളായി വർക്ക് ചെയ്യാം. അപ്പൊ അവിടെ ഇരുന്ന് ചെയ്തിട്ടൊരു ഇതില്ലാത്ത എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരുന്നിട്ട് പ്രോഗ്രാം ചെയ്യാന്ന് വെച്ചിട്ട് അവിടെ പോവാണ്. അപ്പോ ഹരീഷ് ഏട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ആളുടെ വീട്ടിൽ ഇതൊരു സിസ്റ്റർ കൊണ്ടുവച്ചിട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് പല്ലവി പല്ലവി കഴിഞ്ഞു. അത് എന്റെ ഫസ്റ്റ് BG അതിന്റെ പരിപാടിയും കഴിഞ്ഞു. അതിന് കുറച്ച് വെള്ളം കുടിക്കാന്ന് വെച്ചിട്ട് പുറത്തിറങ്ങി. റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വെള്ളം കുടിച്ച് ഞാൻ കുപ്പി വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നത് ഒരു പെയിന്റിങ്ങിലേക്കാണ്. അപ്പൊ ഈ പെയിന്റിങ് ഞങ്ങളുടെ തന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, സലീമേട്ടൻ. അപ്പോ ആള് വരച്ച പെയിന്റിങ്ങാണ് ഇത്. ഈ പെയിന്റിംഗ് എന്ന് വെച്ചാൽ രണ്ടുപേര്, ഒരാണും പെണ്ണും ഒരു ഇരുട്ട് രാത്രിയിൽ നദിക്കരയിൽ ഒരു മരത്തിന്റെ താഴെ കൈകൾ ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ച് നിൽക്കുന്നു. അതിലേക്ക് മുകളിൽ നിന്ന് നിലാവ് ഒലിച്ച് കൈകളിലേക്ക് ഇറങ്ങുന്നു. ഇതാണ് ഇമേജറി. ഈ ഒരു സംഭവമാണ് ഇത് എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ വന്ന ഒരു സെറ്റിംഗ് അത് തന്നെയായിരുന്നു. അപ്പൊ ഇത് ഞാൻ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ചില ഇത് രണ്ട്, ഞാനും സലീമേട്ടനും ഒരേപോലെ തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അയാള് ചിത്രത്തിൽ ഞാൻ വരികളിലാണ്. അപ്പോ ഇത് ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടോ, അതായത് നമ്മുടെ സബ് കോൺഷ്യസിൽ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ? കാരണം ഇതൊക്കെ വീട്ടില്, ഹരീഷന്റെ വീട്ടിൽ ഞാൻ നേരത്തെ ഒരു തവണ പോയിട്ടുള്ളൂ. അപ്പൊ ആ ഒരു തവണ പോയപ്പോ ഇത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് എന്റെ സംശയം. അത് വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നൊരു 8 വർഷമോ 10 വർഷമൊക്കെ മുമ്പാണ്. അപ്പൊ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്റെ ഒരു സംശയമായി. അപ്പൊ ഞാൻ ആളെ വിളിച്ചു നോക്കിയപ്പോ ഇല്ല, അന്നില്ല, അന്നിത് വരച്ചിട്ടില്ല, അന്ന് വരച്ചിട്ടില്ല. അപ്പൊ പിന്നെയാണ് വരച്ചത്. അപ്പൊ ഞാനിത് കണ്ടിരിക്കാൻ യാതൊരു സാധ്യതയില്ല. ഇത് അവിടെ ഒരു ഫ്രെയിമിൽ കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കര അത്ഭുതമായി. ആ ഒരു കണക്ഷൻ, രണ്ട് പേര് ഇത് സംഭവിക്കുന്നതാണ്. ഇത് പറയുന്ന പോലെ എല്ലാരും ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. ഈ ചിത്രത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ചോരാതെ കൈക്കുമ്പിളിൽ നാം കോരിയ വെൺചന്ദ്രിക, നേർത്ത വിരലുകൾ തെല്ലുവിടർന്നാൽ വാർന്നൊലിക്കുകയായിരുട്ടിൽ ഈ ജലാശയമാകെ നിലാവിൻ നീരു കലർന്നു പരന്നു സുഗന്ധം ആനറും പൊയ്കയിൽ പെയ്തു നാം തനിയേ. തീർച്ചയായിട്ടും അത് പറയുമ്പോ എനിക്കത് കിട്ടുന്നുണ്ട്. ഇത് പക്ഷെ വളരെ യൂണിവേഴ്സൽ, എന്നാലും ഇത് കണക്ട് അതുകൊണ്ടാണ് ഇത് മനുഷ്യന് കണക്ട് ആവുന്നത്. ഇത് എന്റെ മാത്രം അനുഭവങ്ങളോ എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഇത് പെട്ടെന്ന് കണക്ട് ആവില്ല. അത് മറ്റേ ആൾ കുറച്ചൊന്നും ബുദ്ധിമുട്ടുണ്ട് വരും. എന്റെ മാത്രം അനുഭവമാണെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാൻ ഇത് വളരെ യൂണിവേഴ്സൽ ആകുമ്പോഴാണ് ഇത് പെട്ടെന്ന് ആളുകൾക്ക് കിട്ടുന്നതൊക്കെ. ഈ വീണ്ടും അതേ വരികളിൽ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതിനുശേഷം മറ്റ് സോങ്സും വന്നിട്ട് എല്ലാ സോങ്സും ബേസിൽ തന്നെയായിരുന്നു എഴുതിയിരുന്നത്. ഇതിലത്തെ 5 ആണ്. ആ. അപ്പൊ അതിൽ മറ്റൊന്ന് കഴിഞ്ഞ ദിവസം തീരം തൊടാതെ എന്നുള്ള വരികള് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിനൊക്കെ ഈ പറഞ്ഞ പോലൊരു അത് വളരെ ചെറിയ വരികളുടെ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് മെമ്മറൈസ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും ലഘുവായിട്ടുള്ള വാക്കുകളും ആ ഒരു രസമുണ്ട് അതിന്റെ സംഭവം. എനിക്ക് തോന്നുന്നു അതൊക്കെ ഏറ്റെടുക്കും തോന്നുന്നു സിനിമ വരുന്നതോടുകൂടി. ഒരു പക്ഷെ നമ്മൾ പഴയ കാലത്തിലേക്ക് പോകുമ്പോഴും ഇതിന്റെ പ്രോഗ്രാമിലും മറ്റുള്ള കാര്യങ്ങളിലും കണ്ടംപററി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബാലൻസിങ് എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? കഥയിൽ ഒരു നൊസ്റ്റാൾജിയ ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് ആ തീം അവിടെ നിന്നാ വരുന്നത്. ആ നൊസ്റ്റാൾജിയ എന്നുള്ളൊരു ഇത് അവിടെ നിന്നാ വരുന്നത്. അപ്പോ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ മ്യൂസിക്കിന്റെ പ്രോഗ്രാമിനെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കേൾക്കാനുള്ള ഒരു ഭംഗി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ കേൾക്കാനുള്ള സൗണ്ടിങ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ഈ നമ്മള് എന്നാല് പക്ഷെ ഈ പറയുന്ന പോലെ ഇൻസ്ട്രുമെന്റേഷനിലൊക്കെ ആ നൊസ്റ്റാൾജിയ തന്നെ ഉണ്ട്. ഇപ്പോ ഞാൻ കുറെ കമന്റുകളൊക്കെ കണ്ടു, എനിക്കത് രസം തോന്നി. ആളുകൾ നോട്ടീസ് ചെയ്തു. അപ്പൊ തബല, ഹാർമോണിയം ഒക്കെ യൂസ് ചെയ്ത് സിത്താറുകളൊക്കെ ചില പാട്ടുകള്
അവിടെ സിത്താറ് വരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ സിത്താറൊക്കെ ഉണ്ട്. ഇപ്പൊ നീയൊരിക്കലിലുണ്ട്, പക്ഷെ വേറൊരു പാട്ടിലൊക്കെ ഉണ്ട്. അത് നമ്മളവിടെ സിത്താറ് പ്രതീക്ഷിക്കില്ല. അപ്പൊ അതൊക്കെ എനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി. അങ്ങനെ അങ്ങനത്തെ ഇൻസ്ട്രുമെന്റിലേക്ക് ഫ്യൂസ് ചെയ്യാം. അപ്പൊ അതൊക്കെ അത് ആളുകൾക്ക് അങ്ങനെ തന്നെ കാണുന്നുണ്ട് എന്നുള്ളത് ഒരു രസമുള്ള പരിപാടിയാണ്. ഇത് പാടുന്ന സമയത്ത് വിശ്വജിത്താണെങ്കിലും സിത്താരയാണെങ്കിലും അവരുടെ ഒരു കാരണം അവര് ഇതുപോലെ ഒരുപാട് പാട്ടുകളുടെ ഇടയിൽ നിന്ന് വരുമ്പോ ഒരു ഈ പറഞ്ഞ ഒരു ഫ്രഷ്നെസ് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല ആദ്യം കേൾക്കുന്ന സമയത്ത്. വിഷയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വിഷയത്ത് പാടാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ആള് ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത് പാടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ആളാണ്. പിന്നെ വിഷയത്തിന്റെ സൗണ്ടിന്റെ ആ സ്വീറ്റ്നെസ് ഭയങ്കര രസമാണ്. ഒരു വേറെ തരത്തിലുള്ള ഒരു സ്വീറ്റ്നെസ് ഉണ്ട് ആളുടെ ശബ്ദത്തിന്. സിത്താര എനിക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെയാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. നമ്മള് എന്തിനേയും ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന, ലിഫ്റ്റ് ചെയ്തത് ആ പാട്ടിനെ അതിന്റെ ഒരു പ്ലേസിൽ ഇങ്ങനെ കൊണ്ടുവെക്കാൻ പറ്റും ആൾക്ക്. അപ്പൊ അത് പാടിയപ്പോഴും അപ്പൊ പാടാനൊക്കെ കുറച്ച് ഈ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ വളരെ വളരെ അതിന്റെ കൃത്യമായിട്ടുള്ള ഒതുക്കത്തോടെ അത് പാടി ശരിയാക്കി അതിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര പെട്ടെന്ന് കഴിയുകയും ചെയ്തു. അവരതിനെ പെട്ടെന്ന് തന്നെ അത് ഇന്റർപ്രറ്റ് ചെയ്ത് പാടും. അപ്പൊ ആ പ്രോസസ് ഒക്കെ വളരെ വളരെ രസകരമായിട്ടുള്ള, നമുക്ക് എക്സൈറ്റ്മെന്റ് ഉള്ള പ്രോസസ് ആണ്. കാരണം നമ്മൾ പാടി വെച്ചിരിക്കുന്നത് അത് ഇങ്ങനെ ഒരു എന്താ പറയാ, നമ്മുടെ ശബ്ദത്തിൽ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാവില്ല അതിന്റെ രസം. ഇത് നല്ലൊരു പാട്ടുകാരൻ പാടി അല്ലെങ്കിൽ സിംഗർ പാടുമ്പോ അതിന്റെ അത് കേൾക്കുന്നത് ഭയങ്കര രസമാണ്. ഒന്ന് ഇത്തിരി നേരത്തിൽ നിന്നൊന്ന് മാറി പോവാണെങ്കിൽ ആട്ടം അതിലെ സോങ്ങും ചെയ്തിട്ടുണ്ട്. ആനന്ദമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആനന്ദമായിട്ട് ഞങ്ങള് കോളേജിൽ വിട്ട ഫ്രണ്ട്സാണ്. ഡിഗ്രി കാലഘട്ടം തൊട്ട് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ അവനായിട്ട് വർക്ക് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ഞങ്ങള് ഈ പറയുന്ന പോലെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ മിക്കവാറും കൂടെ ഒരുമിച്ച് നിന്ന് അങ്ങ് വർക്ക് ചെയ്യുക ചെയ്യാം. അപ്പൊ ആ സമയമാകുമ്പോൾ നമ്മള് ഒരു സ്ഥലത്ത് പോയിട്ട് താമസിക്കും, എന്നിട്ട് വർക്ക് അവിടെ വെച്ച് തീർക്കും, വരും. അതാണ് പരിപാടി. അപ്പൊ ആ പ്രോസസ്സ് ഭയങ്കര രസം. വർക്ക് വളരെ ഇന്റൻസ് ആയിട്ട് ഒരു സൈഡിൽ നടക്കുന്നുണ്ടാവും. അതേസമയം ഞങ്ങള് തമാശയൊക്കെ പറഞ്ഞ് ആ വർക്കിന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വളരെ സീരിയസ് ഇന്റൻസ് വർക്ക് നടക്കുന്ന ഒരു പ്രതീതി ഉണ്ടാവില്ല. തമാശയൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് തിരിച്ചാ മുറി കയറി കഴിഞ്ഞാൽ ഭയങ്കര ഇന്റൻസ് ആയിരിക്കും. ആനന്ദും വളരെ ഇന്റൻസ് ആണ്. ആനന്ദ് വർക്കിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇന്റൻസ് ആണ്. അപ്പൊ എനിക്കും ആ ഒരു നേച്ചർ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടുമ്പോ വർക്കിന്റെ ഒരു പരിപാടി ഭയങ്കര രസമാണ്. അപ്പൊ അവന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പല സാധനങ്ങളും വായിച്ച് കേൾപ്പിക്കുക, അത് അവന് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് വായിക്കാൻ ഒരു രസം തോന്നും. അപ്പൊ ആളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ചിലപ്പോ വായിച്ച് കേൾപ്പിക്കും. അപ്പൊ ഈ വായിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിൽ പലതുമാണ് പിന്നെ സ്കോറൊക്കെ ആയിട്ട് മാറുക. ഇപ്പൊ അടുത്തന്നെ ഐൽ ഓഫ് ദ ഗോൾഡൻ സ്വാൻ എന്ന് പറഞ്ഞൊരു ആനന്ദിന്റെ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞങ്ങൾ ഇതുപോലെ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ അത് കുറച്ച് അങ്ങനെ വായിക്കും, കുറച്ച് ഈ ജോണറിൽ എന്തെങ്കിലും വായിക്കുന്നൊക്കെ പറഞ്ഞ് ഈ ജോണർ മിക്സ് ചെയ്ത് എങ്ങനെ ഇരിക്കും അവന്റെ കുറച്ച് അങ്ങനത്തെ കുറച്ച് ക്യൂരിയോസിറ്റികളൊക്കെ ഉണ്ട്. അപ്പൊ എന്നെ കൊണ്ടാവുമ്പോ ഇതൊക്കെ ഞാൻ ആ ക്യൂരിയോസിറ്റി ഒക്കെ കാറ്റർ ചെയ്യാൻ നോക്കാം. അപ്പൊ അതില് വായിച്ചിട്ടുള്ള അതിലൊരു ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു സ്കോർ ഉണ്ട്. അത് ഞങ്ങളിരുന്ന് ഇതേപോലെ ഒരു ഒറ്റയടിക്ക് ഇങ്ങനെ വായിച്ചൊരു സാധനമാണ്. ഒരു വായന ചുമ്മാ ഇവനെ കേൾക്കാൻ വേണ്ടി വായിച്ച സാധനം റെക്കോർഡ് ചെയ്തതാണ്. അപ്പൊ അത് പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചു. ക്ലൈമാക്സിന്റെ സ്കോറിന്റെ അത് ചെയ്യാനുള്ള സ്ഥലം എത്തി പറഞ്ഞ പിന്നെ മറ്റേത് ഇട്ട് നോക്കിയപ്പോ കറക്റ്റാണ്. പിന്നെ ഒറ്റയടിക്ക് പരിപാടി അങ്ങനെ ഭയങ്കര രസമുള്ളൊരു ഭയങ്കര എന്താ പറയാ, നമുക്ക് ക്രിയേറ്റീവ്ലി ഒക്കെ വളരെ രസമുള്ളൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു അതാ ഒരു ഗിഫ്റ്റഡ് മൊമെന്റ്സ് അല്ലേ? നമ്മൾ ഒരേ സിങ്ക്രണൈസേഷൻ വരുന്ന, അല്ലെങ്കിൽ ഒപ്പീനിയൻ ഡിഫറെന്റ് ആണെങ്കിലും ഒന്ന് മാച്ച് ചെയ്യുന്ന രീതിയിലേക്ക് പിന്നെ കൺവേർജ് ചെയ്യുന്ന പരിപാടി. അതിപ്പോഴും അങ്ങനെയാണ്. നമ്മൾ മറ്റേയാളുടെ വേവ് ലെങ്ത്തിലേക്ക് എത്തുക, അയാളും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് കലയുടെ തന്നെ ഒരു അടിസ്ഥാന. ഇത് മനുഷ്യർ തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷനിലാണ് ഉണ്ടാക്കുന്നതും ആസ്വദിക്കുന്നതിലും എല്ലാം ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ്.
ഇപ്പൊ അതിലാണെങ്കിലും സെറിനാണ് അതിലെ കഥാപാത്രത്തിനെ പ്രസന്റ് ചെയ്യുന്നത്. ഹിയർ അഗെയിൻ ഇറ്റ് ഈസ് സെറിൻ. അപ്പം ഇത് കമ്പോസ് ചെയ്യുന്ന സമയത്തോ അത് ചെയ്യുന്ന സമയത്തോ ഇവരുടെയൊക്കെ ഫേസസോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഈ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് ഇവരാണെന്നുള്ളത് സൂചന കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് വരുന്നുണ്ടോ റിഫ്ലക്ഷൻസ്? ഉണ്ട് ഉണ്ട് ഉണ്ട്, അതുണ്ടാവും. ഇപ്പോഴും നമ്മൾ ആ കഥാപാത്രത്തെയൊക്കെ കണ്ടിട്ടാണല്ലോ കമ്പോസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ എനിക്ക് ആ ഇമേജുകൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ്. ഇമേജുകൾ കാരണം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ നമ്മളൊരു വേറൊരു ലോകത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇത് സിനിമയ്ക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ ആ സിനിമയുടെ ലോകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ സിനിമയും അങ്ങനെ വരുമ്പോൾ നമുക്കും അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ പുതിയ കഥാപാത്രങ്ങളെയും പുതിയ സിനിമയും എന്ന് പറയുമ്പോൾ നമുക്കത് അതിൻ്റെതായിട്ടുള്ള പുതിയൊരു അതാ നമുക്കൊരു ഫ്രഷ് ആയിട്ട് ആ പ്രോസസ്സ് ഫ്രഷ് ആയിട്ട് നിൽക്കും. ഞാൻ ബേസിലിനെ കുറിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സുമസായക വിധുര പറഞ്ഞിട്ടൊരു സ്വാതി തിരുനാൾ സംഭവം കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബിജി ബാലിന്റെ അതിന് പിയാനോ ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അത് ആളുടെ വർക്ക് ഞാൻ അതിന്റെ പിയാനോ അറേഞ്ച്മെന്റ്സ് ചെയ്തതാണ്. അപ്പൊ അത് പറയുന്നല്ല, അതിങ്ങനെ ഒരു പിയാനോ, ഞാൻ പിയാനിസ്റ്റ് ആണ്. അപ്പോ ഇപ്പൊ വലിയ വായനയൊന്നുമില്ല, പക്ഷെ ഞാൻ പിയാനോ അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നേ. അത് രേണുകയുടെ തന്നെ പ്രോജക്റ്റ് ആണ്. ഒരു 2012 തുടങ്ങി മ്യൂസിക്, ഐ മീൻ മെയിൻ സ്ട്രീം എന്ന് പറയാൻ പറ്റില്ല, സിനിമ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ എങ്ങനെയാണ് ബേസിലിന്റെ തന്നെ എവല്യൂഷൻ എങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ? അത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ആളായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വരുന്ന സിനിമകളൊക്കെ ചെയ്യാം. ഞാനിപ്പോ മ്യൂസിക്കിൽ ഇങ്ങനെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാം. എനിക്ക് അവിടെയാണ് ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേറെ തരത്തിലുള്ള വർക്കുകളും കുറച്ച് ക്ലാസിക്കൽ മ്യൂസിക്, വെസ്റ്റേൺ ക്ലാസിക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ രീതിയിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെയൊക്കെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പോ ഇപ്പോഴാണ് ഞാൻ പിന്നെ കുറച്ചുകൂടെ ഒരു ഇങ്ങനെ ഫിലിം മ്യൂസിക്കിലേക്ക് കുറച്ചുകൂടെ ഇതൊക്കെ നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള ഒരു സ്ഥലം കിട്ടുക, കുറച്ചുകൂടെ ഇന്റൻഷണൽ ആയിട്ട് ശ്രദ്ധിച്ചു തുടങ്ങിയത് അടുത്തിടെയാണ്. അപ്പൊ അങ്ങനെ എവല്യൂഷൻ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ ഞാനിങ്ങനെ കോൺസ്റ്റന്റ്ലി ലേണിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഞാനിങ്ങനെ ഈ പറയുന്ന പോലെ എല്ലാരും പറയുന്ന പോലെ തന്നെ ഇത് പഠിക്കും തോറും ഇത് അകന്നു പോകുന്നൊരു കാര്യമാണ്. അപ്പൊ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. ഇത് ആക്ച്വലി ഇത് മ്യൂസിക് പഠിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. അതായത് ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ഇതിപ്പോ ഒരു ജോണർ ഹിന്ദുസ്ഥാനി സംഗീതം. ഹിന്ദുസ്ഥാനി സംഗീതം വൃത്തിയായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ വെസ്റ്റേൺ ക്ലാസിക്കൽ അത് പഠിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്ന ഒരു ലൈഫിന്റെ ഫുൾഫിൽമെന്റ് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്യണമെന്നില്ല. ഇത് പഠിക്കാന്ന് വെച്ചാൽ അതിന്റെ ഈസ്തെറ്റിക്സും അതിന്റെ സൗന്ദര്യവും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ഞാന് ആ ഒരു ഉദ്ദേശം എനിക്ക് എപ്പോഴും ഉണ്ട്. ഈ സൗന്ദര്യം അറിയുക എന്നുള്ളതാണല്ലോ. ഇപ്പൊ എന്തിന്റെ ആണെങ്കിലും, മ്യൂസിക്കിന്റെ ആണെങ്കിലും എഴുത്തിന്റെ ആണെങ്കിലും ഇതിന്റെ സൗന്ദര്യം അറിയുക എന്നുള്ളത് തന്നെ എന്റെ ഒരു ലൈഫിന്റെ ഫുൾഫിൽ അത് അറിയുക എന്നുള്ളതാണ് എന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത്. കാരണം അതറിയാതെ നമ്മൾ വേറെ എന്ത് ചെയ്തിട്ടും ചിലപ്പോ നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊള്ളുന്നില്ല. അതറിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം കൂടെ വന്നോളും എന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അതിന്റെ ഒരു പവർ ഇപ്പൊ പറയുമ്പോഴേ അത് ഭയങ്കര നമ്മൾ ഓരോ പോയറ്റും നമുക്ക് ഭയങ്കര എന്താ പറയാ ഒരു രസമാണ്. അല്ല, ഇതൊക്കെ വായിക്കാനല്ലേ നമ്മളിവിടെ ജീവിക്കുന്നതെന്നൊക്കെ നമുക്ക് തോന്നുന്നു. യു ലേൺ സൗണ്ട് ഡിസൈൻ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച് മ്യൂസിക് താല്പര്യമുണ്ട്, ഇൻസ്ട്രുമെന്റ്സ് താല്പര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ എല്ലാം ഇതിന്റെ ഒപ്പം ഒഴുകി വന്നിട്ടുണ്ടാവും. സോ ഹൗ ഡു യു ലുക്ക് ബാക്ക് ആൻഡ് സീ ദീസ് മാസ്റ്റേഴ്സ് ആൻഡ് വാട്ട് ഡു യു ടേക്ക് ഇറ്റ് ഫ്രം ദം? അല്ലെങ്കിൽ അവരെ നോക്കിക്കാണുന്നത് എങ്ങനെയാ? ഇന്ത്യ എവിടുന്നും ആയിക്കോട്ടെ, നീഡ് നോട്ട് ബി ലൈക്ക് നമ്മുടെ ക്ലാസിക്കൽ വെസ്റ്റേൺ ക്ലാസിക്കൽ ആണെങ്കിലും അങ്ങനത്തെ ഒരു സാധനമുണ്ട്. മാക്സിമം നമ്മൾ വാക്കുകൾ കേൾക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ മുമ്പ് ചെയ്ത ആളുകളുടെ, നമ്മുടെ കൂടെ ചെയ്യുന്ന ആളുകളുടെ, ഇവരുടെയൊക്കെ വർക്ക് കേട്ടില്ലെങ്കിലും എന്നാലേ നമ്മുടെ വർക്ക് നന്നാവും. അതായത് നമ്മുടെ ഉള്ളിലൊരു സാധനമുണ്ട്. നമ്മുടെ ഇത് കല എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷൻ തന്നെയാണ്.
പക്ഷെ ആ എക്സ്പ്രഷൻ നമ്മള് രാഗി മിനുക്കി വെക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് അപ്പൊ അത് നമുക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ വർക്കുകൾ കേൾക്കണം. അത് നിർബന്ധമുണ്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ നല്ലൊരു ചീത്ത എന്ന് പറയുന്നൊരു അത് അതെന്താന്ന് വെച്ചാല് അതിപ്പോ നമ്മളെ ഇഷ്ടം എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, ഇഷ്ടം ഫേക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്കിപ്പോ ഇതാണ് ഇഷ്ടം, എനിക്ക് ദേവരാജ മാഷിന്റെ പാട്ടുകൾ ഇഷ്ടമാണ് എന്നൊരാൾ പറയുന്നു. ആ ഇഷ്ടം ഇഷ്ടമായിട്ടാണല്ലോ പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് പുതിയൊരു ഇപ്പോ മൈക്കിൾ ജാക്സന്റെ പാട്ട് ഇഷ്ടമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ബില്ലി ഐലിഷിന്റെ പാട്ട് ഇഷ്ടമെന്ന് പറയുന്നു. ഇതെല്ലാം ഇഷ്ടങ്ങളാണ്. അപ്പൊ ഈ ഇഷ്ടങ്ങൾ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. ആൻഡ് അതാണ് ദാറ്റ്സ് ദ കോട്ടിങ്. അതായത് ഇഷ്ടങ്ങൾ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇത്രയധികം ജോണറുകളും ഇത്രയധികം എക്സ്പ്രഷൻസും ഇത്രയധികം ആർട്ടിസ്റ്റുകൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നു. എല്ലാവർക്കും ഒരേ ഇഷ്ടമാണെങ്കിൽ ആകെ ഒരൊറ്റ കാര്യങ്ങൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടം എന്താ പറയാ, ഒരു കർണാട്ടിക് ക്ലാസിക്കലാണ്. പിന്നെ ലോകത്ത് കർണാട്ടിക് ക്ലാസിക്കൽ മാത്രമല്ല ഉണ്ടാവും. ഈ വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എല്ലാ ജോണറുകളും ഇവിടെ ഉണ്ടാവുന്നത്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. ആ വൈവിധ്യങ്ങളാണ് നമ്മളെ വളർത്തുന്നതും. എന്തിനെ വളർത്തുന്നത് വൈവിധ്യങ്ങളാണ്. അപ്പൊ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്താൽ മതി. അതിപ്പോ എനിക്ക് 100% ഉറപ്പുള്ള കാര്യമാണ് എന്റെ പാട്ടുകൾ ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ എഴുതുന്നത് ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിനകത്ത് എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. അതായത് ഇഷ്ടമുള്ള ആളുകൾ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സങ്കടം ഇല്ലാത്തത്. അതായത് അത് എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയല്ല. എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതും ഉണ്ട്. അപ്പൊ ഇഷ്ടമുള്ളവർ ഉള്ളത് കൊണ്ടാണ് അതൊരു കമ്മ്യൂണിക്കേഷനാണ്, അതൊരു ഭാഷയാണ്. ഇപ്പൊ ഞാന് മലയാളത്തിൽ ആശിഷിന്റെ അടുത്ത് സംസാരിക്കുന്നു, അത് മലയാളത്തിലായതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും മലയാളം അറിയാവുന്നതുകൊണ്ട് മനസ്സിലാവും. മലയാളം അറിയാത്ത ഒരാൾക്ക് അത് മനസ്സിലാവില്ല. പക്ഷെ അയാൾക്ക് മനസ്സിലാവുന്ന വേറെ ഭാഷ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. നമുക്ക് വേറൊരു ഭാഷ അറിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മള് ആ ഭാഷയോട് ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. അത് വേറെ എനിക്ക് അതിനോട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. പിന്നെ ആളുകൾ പറയുന്നതൊക്കെ ഈ പറയുന്ന പോലെ അത് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സമയമാണ്, വളരെ വോക്കലാണ്. പറയട്ടെ, അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ മുമ്പോട്ട് പോകുക. അല്ലാതെ നമുക്ക് ഈ സൊസൈറ്റിയെ മൊത്തമായിട്ട് എഞ്ചിനീയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ അതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ പോവാന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. ഗാനരചന ഓഫ്കോഴ്സ് ഇതല്ല ആദ്യത്തെ വരികൾ എന്ന് അറിയാം. ഗാനരചന തുടരാനും അങ്ങനെയുള്ള പ്രചോദനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? അതെങ്ങനെയാണ് അതിന്റെ ഒരു എനിക്കിപ്പോ അത് ഭയങ്കര ഒരു ത്രില്ല് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഞാനിപ്പോ അതെങ്ങനെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ വേറെ ആളുകളുടെ മ്യൂസിക്കിനെ എഴുതുക, അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര വേറെ തരത്തിലുള്ള എക്സൈറ്റ്മെന്റാ. അത് വേറെ തന്നെ ഒരു മ്യൂസിക്കും വേറെ ആളുടെ ഒരു ഡിസൈനും അയാളുടെ ആവശ്യങ്ങളും ഒക്കെ കേട്ടർ ചെയ്ത് നമ്മൾ വരി എഴുതുമ്പോൾ ഇതൊക്കെ നമ്മളെ ഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് വരികൾ എഴുതുക. ഞാനിപ്പോ ഇങ്ങനെ കുറച്ച് വേറെ ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഭയങ്കര രസമാണ് ആ പ്രോസസ്. ഞാൻ എൻജോയ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത്തിരി നേരം വളരെ ചർച്ചയാവട്ടെ. ആ വരികളുടെ അതിപ്പോഴും പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും അതിന്റെ ബാക്കിൽ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഒരു രസമുള്ള കാര്യം വെച്ചാൽ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാനിത് അവസാനം ആ മ്യൂസിക്കില് ആ ദൂരം മറന്നു പോകുന്നു എന്നുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, അത് ലൂപ്പാണ്. അത് 3 പ്രാവശ്യം വന്നിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അത് കൺസെപ്ച്വലിയും ലൂപ്പാണല്ലോ. അതായത് പ്രണയികൾ കുരുങ്ങി നിൽക്കുകയാണ്, അവരൊരു ലൂപ്പിലാണ്. അപ്പൊ ഞാനിങ്ങനെ പ്രശാന്തനോട് പറഞ്ഞാൽ നമുക്കിത് മ്യൂസിക്കലി ഇത് ലൂപ്പാക്കാം, ഇതിങ്ങനെ പോട്ടെ, പോയി കഴിഞ്ഞിട്ട് നമുക്കത് പയ്യെ ഇങ്ങനെ ഫേഡ് ചെയ്തിട്ട് നിൽക്കാം. അത് ആ പാട്ട് തീരുന്നില്ല, ആ പാട്ട് ഇനി അവിടെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേഡ് ചെയ്ത് തൽക്കാലത്തേക്ക് നിർത്തുന്നു, പാട്ട് അവിടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആദ്യം അതെങ്ങനെ ഒന്ന് ഫേഡ് ചെയ്ത് നിർത്തുക, ആ ഒരു കൺസെപ്റ്റ് ഫേഡ് ചെയ്ത് നിർത്തുക എന്നുള്ള പ്ലാനാണ്. പക്ഷെ കുറച്ചുകൂടെ കേൾക്കാൻ രസം ഇപ്പൊ നിൽക്കുന്നത് പോലെയാണെന്ന് തോന്നിയിട്ട് പിന്നെ നിൽക്കുകയായിരുന്നു. ആ ലൂപ്പ് കൺസെപ്റ്റ് ആ പാട്ടിന്റെ ഇതിലുണ്ടായിരുന്നു എന്ന് പറയാം. അങ്ങനെ അദൃശ്യമായൊരു വലയിൽ പ്രണയികൾ കുരുങ്ങി നിൽക്കുന്നു, എന്നും കുരുങ്ങി നിൽക്കുന്നു. ദൂരം മറന്നു പോ
കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ കവർ വേർഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയുണ്ട്. ആ വരട്ടെ. എന്തായാലും ഗംഭീരായിട്ടുണ്ട്. നീയൊരിക്കൽ പ്രത്യേകിച്ച് ബാക്കിയുള്ള ഗാനങ്ങൾ വരാനിരിക്കണേ ഉള്ളൂ. കേൾക്കുമ്പോൾ അതും സുഖകരമായിരിക്കും എന്നറിയാം. കൂടുതൽ അവസരങ്ങൾ വരട്ടെ, കൂടുതൽ ഗാനങ്ങൾ നമുക്ക് കേൾവിക്കാർക്ക് ഉണ്ടാവട്ടെ. ഒരുപാട് ഗാനരചനയും നടക്കട്ടെ. എല്ലാ ആശംസകളും. വളരെ സന്തോഷം സംസാരിച്ചത് ബേസിൽ. താങ്ക് യു സോ മച്ച്. ദൂരം മറന്നു പോകും